നമസ്കാരം. അയൽ രാജ്യങ്ങളുമായി സമാധാനം കാക്ഷിക്കുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഭാരതം എപ്പോഴും സംയമനം പാലിക്കാറുണ്ടെങ്കിലും പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ നിലനിൽപ്പിനായി ആശ്രയിക്കുന്നത് എപ്പോഴും പ്രകോപനങ്ങളെയും തീവ്രവാദത്തെയുമാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുമ്പോഴും തങ്ങളുടെ പരാജയങ്ങൾ മറച്ചുവെക്കുവാൻ ഇന്ത്യക്കെതിരെ വിഷം ചീറ്റുന്നത് പാകിസ്ഥാൻ ഒരു ശീലമാക്കി മാറ്റിയിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നയതന്ത്രജ്ഞർ പോലും തെരുവ് ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുന്നത് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. സമാധാനത്തിന്റെ ഭാഷ പാകിസ്ഥാന് മനസ്സിലാകില്ലെന്ന് പലതവണ തെളിയിക്കപ്പെട്ടതാണ്. ഇന്ത്യയുടെ നഗരങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന മുൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിദിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഈ ശത്രുതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അമേരിക്കയിലെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതാണ് അബ്ദുൽ ബാസിദിനെ ചൊടിപ്പിച്ചത്. പാകിസ്ഥാന്റെ മിസൈലുകൾ അമേരിക്കൻ ഭൂപ്രദേശങ്ങൾക്ക് ഭീഷണിയാണെന്ന US വിലയിരുത്തലിനോട് പ്രതികരിക്കവേ അമേരിക്ക ആക്രമിച്ചാൽ ഇന്ത്യയിലെ ദില്ലി, മുംബൈ തുടങ്ങിയ നഗരങ്ങളെ തകർക്കുമെന്നാണ് ഇയാൾ ഭീഷണി മുഴക്കിയത്. ഒരു നയതന്ത്രജ്ഞനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഈ പരാമർശം പാകിസ്ഥാന്റെ ഭീരുത്വമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയോടുള്ള ദേഷ്യം ഇന്ത്യയോട് തീർക്കുമെന്ന് പറയുന്നതിലൂടെ തങ്ങളുടെ സൈനിക പരിമിതികളും ഇന്ത്യയോടുള്ള അടങ്ങാത്ത പകയും അവർ തുറന്നു കാട്ടുന്നു. മുൻപ് മുംബൈയിൽ നടത്തിയ ഭീകരാക്രമണങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചാനൽ അവതാരകൻ സംസാരിച്ചപ്പോൾ അത് തങ്ങൾ മുൻപും ചെയ്തിട്ടുണ്ടെന്നും ഇനിയും ചെയ്യുമെന്നും ബാസിദ് പറഞ്ഞത് ആ രാജ്യം ഭീകരവാദത്തിന് നൽകുന്ന ഔദ്യോഗിക പിന്തുണയുടെ തെളിവാണ്. പാകിസ്ഥാന്റെ മിസൈലുകൾ ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് അവർ തുറന്നു സമ്മതിക്കുമ്പോൾ ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യ ആഗോളതലത്തിൽ തന്നെ കരുത്തുറ്റതാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിലും പ്രതിരോധ സാമഗ്രികളിലും ഇന്ത്യ കൈവരിച്ച മുന്നേറ്റം പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ ഇന്ന് സജ്ജമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏപ്രിലിൽ പഹൽഗാമിൽ 26 നിരപരാധികളെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ മിന്നൽ നീക്കമായിരുന്നു അത്. 2025 മെയ് 7 പുലർച്ചെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9ഓളം ഭീകരവാദ താവളങ്ങൾ തകർത്തെറിഞ്ഞു. ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഈ നീക്കം പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ അപ്പാടെ തളർത്തി. 88 മണിക്കൂർ നീണ്ടുനിന്ന ഈ പോരാട്ടത്തിൽ 100-ലധികം ഭീകരരെ വധിക്കുവാനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നാമാവശേഷമാക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യ കൈവരിച്ച വ്യോമാധിപത്യം പാകിസ്ഥാനെ വെടിനിർത്തലിന് അപേക്ഷിക്കുവാൻ നിർബന്ധിതരാക്കി. ഓപ്പറേഷൻ സിന്ദൂർ കേവലം ഒരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് ഭാരതത്തിന്റെ നയതന്ത്രപരവും സാമ്പത്തികവുമായ കരുത്തിന്റെ പ്രകടനം കൂടിയായിരുന്നു. ഇതിന്റെ ഭാഗമായി സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ പിടിച്ചുലച്ചു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ജലം നൽകില്ലെന്ന ഉറച്ച നിലപാട് പാകിസ്ഥാന് കനത്ത പ്രഹരമായി. ഭാരതത്തിന്റെ മിസൈൽ കരുത്തായ അഗ്നി 5, അഗ്നി 6 എന്നിവയെക്കുറിച്ച് ബാസിദ് പ്രകടിപ്പിച്ച ഭയം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. പ്രകോപനങ്ങൾ തുടർന്നാൽ ഇതിലും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാനുള്ള അന്ത്യശാസനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ നൽകുന്ന ആത്മവിശ്വാസം ഇന്ത്യയുടെ പ്രതിരോധ കവചത്തെ കൂടുതൽ ശക്തമാക്കി. സമാധാനം ആഗ്രഹിക്കുന്ന ഭാരതത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചാൽ അതിന്റെ പ്രത്യാഘാതം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഭൂപടത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ കാരണമായേക്കാമെന്ന് ഈ വിജയം തെളിയിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.